എവരിവൺ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെക്ഷൻ അപ്പാരറ്റസ് ആണ്. എനിക്ക് ഓൾറെഡി ഒരു കമന്റ് വന്ന ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രം. അതോടൊപ്പം തന്നെ ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. Suction apparatus is a life-saving device used to suck the patient's secretions and body fluids during surgery or on intubation and extubation. Suction apparatus എന്ന് പറയുന്ന ഒരു ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. അത് ഉപയോഗിക്കുന്നത് പേഷ്യൻസിന്റെ സെക്രീഷൻസും ബോഡി ഫ്ലൂയിഡ്സ് സർജറി സമയത്തും ഇൻറ്റുബേഷൻ സമയത്തും എക്സ്റ്റുബേഷൻ സമയത്തും ഒക്കെ സക്ക് ചെയ്തെടുക്കാനായിട്ടാണ്. ഇത് നെഗറ്റീവ് പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. ആ പോയിന്റ്സിലേക്ക് നമുക്ക് താഴോട്ട് പോകുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വെഞ്ചുറി പ്രിൻസിപ്പിൾ. വെഞ്ചുറി പ്രിൻസിപ്പിൾ വഴിയാണ് നമ്മുടെ സെക്ഷൻ അപ്പാരറ്റസ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. വെഞ്ചുറി പ്രിൻസിപ്പിൾ നമുക്കൊരു ടോപ്പിക് ആയിട്ട് തന്നെ എടുക്കാം. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ നമ്മുടെ അനസ്തേഷ്യയിലുള്ള എന്തൊക്കെയാണ് വെഞ്ചുറി പ്രിൻസിപ്പിളിൽ വർക്ക് ആവുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. 5 മാർക്കിന് മാത്രം വെഞ്ചുറി പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇതിന്റെ ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം. -300 to -400 പ്രഷർ. ഈ പ്രഷർ വരുന്നുണ്ടോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് വർക്കിംഗ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് നെഗറ്റീവ് പ്രഷർ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് വാക്വം ആണ്, അകത്തേക്ക് വലിച്ചെടുക്കുകയാണ്, സക്കിയാണ് നമ്മുടെ സക്ഷൻ അപ്പാരറ്റസ് ചെയ്യുന്നത്. ഈ സക്ഷൻ അപ്പാരറ്റസ് മെഷീന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രഷർ ഗേജ്. നമുക്കറിയാം അതിലൊരു പ്രഷർ ഗേജ് കാണിക്കുന്നുണ്ടാവും. അതിലായിരിക്കും നമ്മൾ ഈ -300 to -400 പ്രഷർ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. ദെൻ പ്രഷർ റെഗുലേറ്റർ ഉണ്ടാകും. വാഷർ ഓർ ഗ്രിങ്സ് ഉണ്ടാകും. ഇപ്പൊ ഗ്രിങ്സ് എന്ന് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ ടേംസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എന്താണെന്ന് ചിലപ്പോൾ ഡൗട്ട് തോന്നാം. അതുകൊണ്ടാണ് ഞാൻ അതൊരു ബ്രാക്കറ്റിൽ ഗ്രിങ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ വാഷർ തന്നെയാണ് സക്ഷൻ അപ്പാരറ്റസിന്റെ. ഫ്ലോട്ടിംഗ് വാൽവ് ആൻഡ് സക്ഷൻ ബോട്ടിൽസ്. നമുക്കറിയാം നമ്മുടെ സക്ഷൻ അപ്പാരറ്റസിൽ 2 സക്ഷൻ ബോട്ടിൽസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. ഇനി സക്ഷൻ അപ്പാരറ്റസിന്റെ ഡിപ്പെൻഡിങ് ഫാക്ടർ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ എയർ വിച്ച് ഏബിൾ ടു മൂവ്. ദെൻ സെക്കൻഡ് വൺ ഡിഗ്രി ഓഫ് നെഗറ്റീവ് പ്രഷർ, ഡയമീറ്റർ ഓഫ് ദ ഡെലിവറി സിസ്റ്റം. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടും നമുക്കൊരു 5 മാർക്ക് ക്വസ്റ്റ്യന് കുറച്ചുകൂടെ പോയിന്റ്സ് എഴുതണം എന്നുണ്ടെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഈ സ്ലൈഡിൽ. നിങ്ങളപ്പോൾ ജസ്റ്റ് ഒന്ന് അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ദെൻ ടൈപ്സ് ഓഫ് സക്ഷൻ. ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് സക്ഷൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. ഇലക്ട്രിക് സക്ഷൻ ഉണ്ട്, സെൻട്രൽ സക്ഷൻ അല്ലെങ്കിൽ വാൾ സക്ഷൻ ഉണ്ട്, ദെൻ ഫുട്ട് ഓപ്പറേറ്റഡ് സക്ഷനും ഉണ്ട്. സെൻട്രൽ സക്ഷൻ ആയിരിക്കും നമ്മൾ കൂടുതലും ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ടാവുക. ഇലക്ട്രിക് സക്ഷനും ഉണ്ട്. അത് കുറച്ചുകൂടെ പോർട്ടബിൾ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള അനസ്തീഷ്യ ടെക്നീഷ്യൻ ആണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ കാത്ത് ലാബിലേക്ക് പോകേണ്ടി വരും, MRI സ്യൂട്ടിലേക്ക് പോകേണ്ടി വരും, എൻഡോസ്കോപ്പി യൂണിറ്റിലേക്ക് പോകേണ്ടി വരും. അവിടെയൊക്കെ സെഡേഷനും കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. അപ്പൊ നമുക്ക് ഒരു പോർട്ടബിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്, ഇലക്ട്രിക് സക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ദെൻ ഫുട്ട് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സക്ഷൻ അപ്പാരറ്റസും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റൽസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് യൂസ് ചെയ്യുന്ന ഏതൊക്കെ സെക്ഷൻസ് ആണെന്നുള്ളത് അതൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ആരുടെയെങ്കിലും ഹോസ്പിറ്റൽസിൽ ഫുട്ട് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ ഇതുവരെയും ഫുട്ട് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ അപ്പാരറ്റസ് കണ്ടിട്ടില്ല കേട്ടോ. വെർബലി പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എവിടെയെങ്കിലും അങ്ങനെ ഒരു സെക്ഷൻ അപ്പാരറ്റസ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇലക്ട്രിക് സെക്ഷനെ പറ്റിയിട്ട് നോക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെക്ഷൻ അപ്പാരറ്റസ് ആണ്. ദെൻ സക്ഷൻ ഈസ് കോസ്ഡ് ബൈ ആൻ ഇലക്ട്രിക് മോട്ടർ വിച്ച് ഡ്രൈവ്സ് എ സ്മോൾ സക്ഷൻ പമ്പ്. ഓക്കെ, ഇതൊരു ചെറിയ സക്ഷൻ പമ്പ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നതാണ്. അതായത് ഇലക്ട്രിക് മോട്ടറിന്റെ ഹെൽപ്പോട് കൂടി. ഇറ്റ് പ്രൊവൈഡ് 1 ബോട്ടിൽ ഓർ റിസർവോയർ വിച്ച് കണക്റ്റഡ് വിത്ത് ഡെലിവറി ട്യൂബ്. ഇത് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു റിസർവോയറോ ആയിരിക്കും നമ്മുടെ ഡെലിവറി ട്യൂബ് വഴി കണക്ട് ചെയ്യുന്നുണ്ടാവുക.
ഇനി നമുക്ക് സെൻട്രൽ സെക്ഷനെ പറ്റിയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെൻട്രലി ഇൻസ്റ്റാൾഡ് അപ്പാരറ്റസ് യൂസിങ് എ ഹൈ കപ്പാസിറ്റി പമ്പ് കണക്റ്റഡ് ടു എ ലാർജ് റിസർവോയർ. ഇത് നമ്മൾ സെൻട്രലി ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ എയറും നൈട്രസ് ഓക്സൈഡും ഒക്കെ നമ്മൾ എങ്ങനെയാണോ പൈപ്പ് ലൈൻ വഴി ഇൻസേർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ സെൻട്രലി ഇൻസേർട്ട് ചെയ്യുന്നതായിരിക്കും ഈ സെക്ഷൻ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ കളർ കോഡിംഗ് ഒക്കെ അറിയുന്ന കാര്യമാണ് യെല്ലോ. അപ്പോൾ ഓരോന്നിന്റെയും കളർ കോഡിങ്ങിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാട്ടോ. ഇത് സെൻട്രലി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഹൈ കപ്പാസിറ്റി ആയിട്ടുള്ള പമ്പ് നമ്മുടെ ലാർജ് റിസർവോയിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ദെൻ പേഷ്യന്റ് എൻഡ് ഓഫ് പൈപ്പ് ലൈൻ ഈസ് ഫിറ്റഡ് വിത്ത് സെൽഫ് ക്ലോസിംഗ് നോൺ ഇന്റർചേഞ്ചബിൾ വാൽവ്. പൈപ്പ് ലൈനിന്റെ പേഷ്യന്റ് എൻഡ് വരുന്നത് നമ്മുടെ സെൽഫ് ക്ലോസിംഗ് ആയിട്ടുള്ള നോൺ ഇന്റർചേഞ്ചബിൾ വാൽവിന്റെ അവിടെയാണ്. നമുക്കറിയാം അറ്റ് എ ടൈം നമുക്ക് 2 സക്ഷൻ ബോട്ടിൽസും പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതോടൊപ്പം ഒരു സൈഡ് അല്ലാതെ മാത്രം ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് നമുക്ക് അതിന് ഒരു നോബ് നമ്മുടെ സെക്ഷൻ അപ്പാരറ്റസിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു പ്രശ്നം എന്തായിട്ട് ഞാൻ ഇതുവരെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ 2 ബോട്ടിൽസ് ഇപ്പൊ 2 സൈഡും നമ്മൾ സക്ഷൻ വെക്കുവാണ് എന്നുണ്ടെങ്കിൽ പ്രഷർ അത്രത്തോളം എടുക്കാനുള്ള ചാൻസ് കുറവാണ്. അതെനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. It provides trap to prevent liquid or solid system which may cause block. ബ്ലോക്ക് ഉണ്ടാക്കാൻ ചാൻസസ് ഉള്ള ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ്, അതായത് നമ്മുടെ ബ്ലഡ് ക്ലോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് ട്രാപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക് ആയിരുന്നു. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് എഴുതുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളൊരു സെക്ഷൻ അപ്പാരറ്റസിന്റെ സ്കെച്ച് ഡയഗ്രാം കൂടി എക്സാമിന് വരയ്ക്കുവാണെങ്കിൽ 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ ഇതിലൊരു പിക്ക് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും എക്സാമിന് വരയ്ക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ സ്കെച്ച് ഡയഗ്രാം ഉണ്ട്, നിങ്ങളത് ഗൂഗിളിൽ നോക്കുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റിലുണ്ടെങ്കിൽ ടെക്സ്റ്റിലതായാലും നിങ്ങൾ ഉറപ്പായിട്ടും എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ ആയാലും ഡയഗ്രാം വരയ്ക്കാൻ പറ്റുന്ന ആൻസേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഡയഗ്രാം വരച്ചിരിക്കണം. അതിന് എക്സ്ട്രാ മാർക്ക് ഉള്ളതാണ്. അപ്പൊ അത് ആരും മറന്നു പോകരുത്. നമുക്കൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഇത്രയും പോയിന്റ്സ് തന്നെ വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം അറിയാലോ. നമുക്കൊരു 5 മാർക്ക് ക്വസ്റ്റ്യന് എഴുതാൻ കിട്ടുന്ന ടൈം വളരെ കുറവാണ്. ആ ടൈം പീരീഡിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള മാക്സിമം ആയിട്ടുള്ള സിമ്പിൾ പോയിന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പോയിന്റ്സ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.